അതെ, ഇതുപോലെ കൈ നിറയെ റോസാപ്പൂക്കൾ പിടിച്ച് ഷോ കാണിക്കാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ നിന്ന് ക്ലേ വീഡിയോ അല്ല കേട്ടോ. ഈ റോസ് ഫ്ലവേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നാണ് കാണാൻ പോകുന്നത് നമ്മൾ. പിന്നെ ഇത് ഇത്രയധികം ഉണ്ടാക്കാനും ഒരു കാരണമുണ്ട്. ഇന്ന് ശിശുദിനമാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അംഗനവാടിയിലേക്ക് 10 കുട്ടികൾക്ക് 10 റോസ് ഫ്ലവേഴ്സ് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്കായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഓർഗാനിക് ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ കാണുന്ന പോലെ 2 സൈഡും സെൻറ്ററിലേക്ക് മടക്കുക. എന്നിട്ട് വീണ്ടും ആ നടുവശം ഒന്നുകൂടി മടക്കുക. അതിനുശേഷം നമ്മൾ താഴെ ആ ക്ലോത്ത് ഒന്ന് കൈകൊണ്ട് തന്നെ പിരിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് മുകൾ ഭാഗത്ത് ആ 2 സൈഡ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പുറകിലോട്ട് മടക്കി വെക്കുക കേട്ടോ. എന്നിട്ട് അതൊരു നല്ല ഷേപ്പ് ആവാനായിട്ട് 2 സൈഡും ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളൊരു പെറ്റൽ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ 6 7 പെറ്റൽസ് നമ്മൾ റെഡിയാക്കി എടുക്കാം. നമ്മുടെ ഫ്ലവറിൻ്റെ സൈസ് എത്ര വേണം അതിനനുസരിച്ച് പെറ്റൽസിൻ്റെ എണ്ണം കൂട്ടാം. പിന്നെ ഈ ഒരു വയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ ആ വയറിൽ ഒരു ചെറിയ പീസ് എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ നൂല് വെച്ചിട്ടൊന്ന് കെട്ടി ഉറപ്പിച്ച് നിർത്താം. ഇതായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്ന ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗം കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം. അതിനുശേഷം നമ്മൾ ഓരോ പെറ്റൽസായി എടുത്ത് ഇതുപോലെ ചേർത്ത് വെച്ച് നൂല് വെച്ച് കെട്ടി കൊടുക്കുക. പെറ്റൽസ് അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ തന്നെ ആവാതെ കറക്റ്റ് ആ റോസ് ഫ്ലവറിൻ്റെ ഷേപ്പ് വരുന്ന പോലെ ചുറ്റിലുമായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഈ ക്ലോത്ത് ഷോപ്പിൽ മീറ്ററിന് 60 രൂപയാണ്. ഞാനിവിടെ ഒരു 1/2 മീറ്റർ മേടിച്ചിട്ടുള്ളൂ. അതിന് ഏകദേശം ഒരു 11 ഫ്ലവേഴ്സ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഈ വയറും ഒരു നൂലും ഒരു ഗ്രീൻ ടാപ്പും മാത്രമേ ആവശ്യമുള്ളൂ. ഗ്രീൻ ടാപ്പിന് 15 രൂപയും അതുപോലെ ഈ വയർ ഒരെണ്ണത്തിന് 2 രൂപയും ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങനെ കെട്ടാനായിട്ട് വീട്ടിലുള്ള സാധാരണ തുന്നാൻ ഉപയോഗിക്കുന്ന നൂലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓരോ പെറ്റൽസ് ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ റോസിൻ്റെ ആ ഒരു ഷേപ്പിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ വർഷവും ഇതുപോലെ അംഗൻവാടിയിലേക്ക് പൂക്കൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ നമ്മുടെ വീഡിയോസിന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഫ്ലവറിൻ്റെ താഴെ നമ്മൾ ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കുകയാണ്. ഗ്രീൻ ടാപ്പിൽ ഓൾറെഡി ഒരു ചെറിയൊരു പശ പോലെ ഉണ്ടാവും. അത് അങ്ങനെ തന്നെ ചെയ്യുന്നവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ പശ വെച്ചിട്ട് വേണമെങ്കിൽ ഒട്ടിച്ചെടുക്കാം. ഞാൻ പശയൊന്നും ഉപയോഗിച്ചിട്ടില്ല, കൈ കൊണ്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ഈ ഗ്രീൻ ടാപ്പ് നമുക്ക് ആ വയർ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയെടുക്കാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റോസ് ഫ്ലവർ ശരിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ ടോട്ടൽ ഒരു 11 ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. 10 അംഗൻവാടിയിൽ കൊടുക്കാനും ഒരെണ്ണം നമ്മൾ തേച്ചിട്ട് തന്നെ സ്കൂളിൽ ചാച്ചാജിയായിട്ട് പോകുമ്പോൾ ഡ്രസ്സിൽ വെക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റോസ് ഫ്ലവേഴ്സ് ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ.